Hello, good evening. Hello, Sumalada aunty. What a pleasant surprise. സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ? യെസ് ആന്റി, ഓക്കെ ആണ്. ഇപ്പൊ ഫുൾ ടൈം ആലുവയിൽ തന്നെയാണോ? ഫ്ലാറ്റിലൊന്നും വരാറില്ലേ? ബഹളമൊന്നും കേൾക്കാറില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അത് പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. ഫ്ലാറ്റിൽ പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ, ഇവിടെ പിന്നെ മമ്മി എല്ലാരും ഉണ്ടല്ലോ. എന്റെ പൊന്ന് പേളി, മഹാഭാരതത്തിൽ പോലും ഞാൻ ഇത്രയും നീണ്ട ഒരു ഗർഭകാലം കണ്ടിട്ടില്ല. അതൊക്കെ എന്റെ ഗർഭകാലം മാക്സിമം 3-4 മാസം. അത് കഴിഞ്ഞ് ഞാൻ ചവിട്ടി പുറത്താക്കിയെന്നേ. അയ്യോ കുഞ്ഞിനെയല്ല, എന്റെ ഭർത്താവിനെ. എന്തൊരു ശല്യമായിരുന്നു. മൂഡ് സ്വിങ്സും ഭർത്താവും മൂഡ് സ്വിങ്സിന് നമുക്ക് ചവിട്ടി പുറത്താക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അദ്യാനെ ചവിട്ടി പുറത്താക്കി. പ്രസവം കഴിഞ്ഞിട്ടാ പിന്നെ തിരിച്ചു വന്നു. പിന്നെ പേളിയുടെ ആ ലാസ്റ്റ് വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഹോസ്പിറ്റൽ ബാഗില്ലേ, എന്തൊരു കോമഡി ആയിരുന്നു. കണ്ടല്ലേ? എന്റെ പൊന്നു കുഞ്ഞേ, കൂളിംഗ് ഗ്ലാസും വെച്ച് ഞാൻ അവസാനമായിട്ട് ഹോസ്പിറ്റലിൽ പോയത് എനിക്ക് ചെങ്കണ്ണ് വന്നപ്പോഴാണ്. അന്നും സിസ്റ്റർമാരെന്നെ കണ്ട് ചിരിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. സ്പീക്കറും മേക്കപ്പ് കിറ്റും ഫാനും ലൈറ്റും സ്വന്തം ഭർത്താവിനെ പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല. അമ്മാതിരി വേദനയല്ലായിരുന്നു. പേടിപ്പിക്കല്ലേ ആന്റി. എന്തായാലും ഞാനൊരു പാർസൽ തരാൻ വേണ്ടി വന്നതാ. കുറെ കാലമായി അവിടെ വന്ന് കിടക്കുന്നു. എന്ത് പാർസൽ? യൂട്യൂബിന്റെ പാർസൽ. 1 മില്യൺ അടിച്ചല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഞാൻ കാത്തിരിക്കുവായിരുന്നു. ഇതാ പാർസല്. ശരിക്കും ആ 1 മില്യണില് എനിക്കും ഒരു പങ്കുണ്ട്. ഞാനും ഒരു സബ്സ്ക്രൈബറാ. ആണോ? സെക്സി മമ്മ 143 അതാണ് എന്റെ അക്കൗണ്ട് നെയിം. എന്റെ മകൻ ഉണ്ടാക്കി തന്നത്. അവന്റെ വിചാരം ഞാൻ ഇപ്പോഴും സെക്സിയാണ്. എന്തായാലും ആന്റി പോട്ടെ മോളെ. കൊറോണയുടെ 2ാമത്തെ വാക്സിൻ ഇന്നാണ്. ഞാൻ പോയി അടിച്ചിട്ട് വരാം. അല്ല, അടിയല്ല, മറ്റേ അടി. മോൻ കഥ കടച്ച് കിടന്നു. നന്നായിട്ട് വെള്ളം കുടിക്കണം, പിന്നെ പ്രാർത്ഥിക്കണം, നല്ല ചിന്തകൾ മാത്രം. അനാവശ്യ പ്രോഗ്രാം ഒന്നും കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കരുത്, കേട്ടല്ല? കുഞ്ഞും കരഞ്ഞുകൊണ്ട് വരും. ബൈ ആന്റി. ബൈ. ഹായ് എവരിബഡി. അപ്പൊ ഇന്ന് നമ്മളുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ. ഇത്രയും നാള് ഞങ്ങള് നിങ്ങളെയാണ് എന്റർടൈൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു വീഡിയോയുടെ സ്പെഷ്യാലിറ്റി, നിങ്ങൾ ഞങ്ങളെ എന്റർടൈൻ ചെയ്യുന്നു, ഞങ്ങൾക്ക് തരുന്ന ഒരു വലിയ ഗിഫ്റ്റും ഒരു അംഗീകാരത്തിന്റെ ഒരു റെക്കഗ്നിഷന്റെ ഒരു വീഡിയോ ആണ്. സോ ഇന്ന് എന്റെ ഡേറ്റ് മാർച്ച് 12th ആണ്. എനിക്ക് ഇനി ഒരു 10 ഡേയ്സും കൂടെ ഉള്ള ഡ്യൂ ഡേറ്റ്. ഭയങ്കര ബാക്ക് പെയിൻ ഒക്കെ ഇടുമ്പോ ഹീറ്റ് ബാഗ് ഒക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഐ വാണ്ടഡ് ടു ഡു ദിസ് ആൻഡ് ശ്രീനി വി ഹാവ് ടു ഡു ദിസ് അൺബോക്സിംഗ്. ബിക്കോസ് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഐ തിങ്ക് ഇൻ 2000 ഒരു ഓൾമോസ്റ്റ് 9 years ബിഗ് ബോസ് വരുന്ന മുമ്പേ തുടങ്ങി. ഞാൻ പണ്ടേ തുടങ്ങി. പക്ഷെ ഇത് സീരിയസ് ആയിട്ട് എടുത്തത് ഐ തിങ്ക് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ്. ഇത് എന്താണെന്നൊക്കെ മനസ്സിലാക്കി വന്നതും. PMS ഷോ ഒക്കെയാണ് ആദ്യം ഞാൻ സീരിയസ് ആയിട്ട് തുടങ്ങി. പിന്നെ പേർലിഷ് വന്നപ്പോഴാണ് ഭയങ്കരമായിട്ട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ കൂടിയത്. അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്താലും പ്ലാസ് വെലാസുവിനാണ് ലോക്ക്ഡൌൺ ടൈമില് പ്ലാസ്റ്റിക് നമ്മൾ ഇത്തിരി ബിസിയായി. പിന്നെ ലോക്ക്ഡൌൺ ടൈമില് പിന്നെയും ഭയങ്കര ആക്റ്റീവായി. പ്ലാസ് വെലാസുടെ സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നൊക്കെ ഞങ്ങൾ പറയുമ്പോ കൊറേ സബ്സ്ക്രൈബേഴ്സ്, ലോക്ക്ഡൌൺ ടോക്സ് അങ്ങനെ കൊറേ ചെയ്തു. അതെ. അപ്പൊ എന്തായാലും ആ ഒരു ടൈം കഴിഞ്ഞ് പിന്നെ അവസ്ഥ വെബ് സീരീസ് ആവട്ടെ, എല്ലാ സമയത്തും സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടിക്കണം. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നു ഓക്കെ 1 മില്യൺ ഒക്കെ നമുക്ക് വരാൻ പോകുന്ന സാധനമല്ല, അതൊക്കെ നല്ല ക്രിയേറ്റേഴ്സിന് വരുന്ന. പക്ഷെ ശരിക്കും വി വർ ഓവർവെൽഡ്. ഏതോ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ തമാശക്ക് പറയുന്നുണ്ട്, പാവ വരുന്നതിന് മുമ്പ് 1 മില്യൺ ആണ്. ആക്ച്വലി ഐ തിങ്ക് ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ്
you could have given me during this time. And I feel very happy. നിങ്ങളൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ കമന്റ്സ് നിങ്ങൾക്കറിയാം, ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും ഞാൻ അതിന്റെ താഴെ കമന്റ് വായിക്കും. ബിക്കോസ് ലൈക്ക് ഇടും, അത് വായിക്കും. പണ്ടൊക്കെ റിപ്ലൈ ചെയ്യും, ഇപ്പൊ അധികം ഞാൻ ഫോണിൽ ഇങ്ങനെ ഇരിക്കാറില്ല, എന്നാലും ഞാൻ മാക്സിമം വായിച്ചുകൊണ്ടിരിക്കും. ബിക്കോസ് ഓരോ ഞാൻ തന്നെയാണ് അത് ചെയ്യുന്നത്, എന്റെ ഫോണിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് നിങ്ങളെ കാണാൻ പറ്റാത്തതിന്റെ സങ്കടമുണ്ട്. ബിക്കോസ് പണ്ടൊക്കെ ഞാൻ എപ്പോ പുറത്തു പോയാലും കുറച്ച് പേരെ കാണും, ഫോട്ടോ എടുക്കും. ഇതിപ്പം കോവിഡ് ആയിട്ട് കുറെ പേര് അങ്ങനെ പഴയ പോലെ കാണാനും പുറത്തു പോകാനും ഒന്നും പറ്റുന്നില്ല. നിങ്ങളുടെ ഈ കമന്റ്സിലൂടെയാണ്, നിങ്ങളെ കാണുന്നുണ്ട് ഞാൻ. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു ചേച്ചി ഒരാള് പറഞ്ഞിരുന്നു, ഒരു കമന്റ് ആയിരുന്നു, ഞാനത് പിൻ ചെയ്തിട്ടുണ്ട് എന്റെ ഹോസ്പിറ്റൽ ബാഗില്. ട്രിപ്ലറ്റ്സ് വരാൻ പോകുന്ന ഈ മാസം അപ്പൊ അവർക്കൊരു ബെസ്റ്റ് വിഷസ്, അതുപോലെ കുറേ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് അവരെയൊക്കെ വിഷ്വലി ഞാൻ എന്റെ മനസ്സിലവരെ കാണുന്നുണ്ട്. സോ ഐ ഫീൽ ലൈക്ക് ഐ നോ ഓൾ ഓഫ് യു, എല്ലാവരെയും അറിയുന്ന പോലെ. അപ്പം ഈ അൺബോക്സിംഗ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോവാണ്. ശ്രീനി, ആർ യു റെഡി? അങ്ങനെ 1 million സബ്സ്ക്രൈബറിന്റെ ഗോൾഡ് പ്ലേ ബട്ടൺ തുറക്കാം. എത്ര ദിവസമായി ഞാൻ ആക്ച്വലി വന്നിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി. ഈ വീഡിയോ ഇന്നാണ് ഞാൻ എടുത്തത്. സുബലാദാണ്ടി വരാൻ ലേറ്റ് ആയി. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ഓ മൈ ഗോഡ്, ഇത്രയും വലിയ. ദിസ് ഈസ് സോ ഹെവി. എടാ ഇത് നല്ല വെയിറ്റ് ഉണ്ടടാ. ഇത് അതിനെക്കാട്ടിലും വലിയതാട്ടോ. ഇതിന്ന് ഒരിക്കാം. ഓക്കേ, ഇതെന്തോ എഴുതിയിട്ടുണ്ട് നോക്കട്ടെ. ഇത് മതി, കൂട്ടം പിടിക്കും. Recognize your team. Share the recognition by allowing your team to purchase a personalized creator award to purchase നഗ. ഇതെന്താ വേറെന്തോ അവര് പർച്ചേസിനൊക്കെ ഒരു കാർഡ് അയച്ചിരിക്കുക. ക്രിയേറ്റർ അവാർഡ്. ഇതിലെന്താ ഇരിക്കണേ? ഇതിന് ലെറ്റർ ഒക്കെ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം. ബിക്കോസ് അവരെന്തായാലും ലെറ്റർ തരുമായിരുന്നു. സർട്ടിഫിക്കറ്റ് എവിടെ? ഇതാണ് സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇപ്രാവശ്യം സൂസൻ എന്ന് പറഞ്ഞിട്ട് ആരാണ് CEO? അതെ. അപ്പൊ എന്താ അല്ല മാക്സ അങ്ങനെയല്ലോ. എന്തായാലും താങ്ക് യു സോ മച്ച് യൂട്യൂബ് ഓൾസോ, ബിക്കോസ് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ശരിക്കും പറഞ്ഞാൽ അൺബിലീവബിൾ പ്ലാറ്റ്ഫോം ആട്ടോ. ദിസ് ജനറേഷൻ ഇസ് സോ ലക്കി. ബിക്കോസ് പണ്ടൊക്കെ ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ചാനൽസിലും അല്ലെങ്കിൽ കുറെ സിനിമകളും ഒക്കെ ചാൻസ് ചോദിച്ചൊക്കെ നടക്കണം. പക്ഷെ ഇന്ന് തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. നിങ്ങൾക്ക് ആക്ടിംഗിൽ ടാലന്റ് ഉണ്ടോ, യു പെർഫോം ആൻഡ് യു ക്യാൻ പോസ്റ്റ് ഇറ്റ് ഓൺലൈൻ. എനി ടാലന്റ്, സിംഗിങ് ആവട്ടെ, ഡയറക്ഷൻ ആവട്ടെ, ഇത് ഭയങ്കര ഒരു. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയണോ, ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ പ്ലാറ്റ്ഫോം. ഐ തിങ്ക് ഇത് ലക്കി ആയിട്ടുള്ള ഒരു ജനറേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ. ഐ തിങ്ക് എനിക്ക് ഇനി ആക്റ്റീവ് ആവാൻ പോകുന്നത് കുറെ ടാലൻസ് ഇനി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, ട്രെയിൻ ചെയ്യാൻ പറ്റും. ഐ തിങ്ക് ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. സോ അങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊന്നും പറയുന്നത്. But I think this is definitely a huge milestone. ഈ കവർ മാറ്റാം. ആൻഡ് ഇത് ശരിക്കും I want to dedicate it to each and every person. അതായത് എൻ്റെ ഫസ്റ്റ് 10 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നപ്പോഴും I was happy. 100 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നപ്പോഴും I was happy. എത്ര സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോഴും നമുക്കറിയാം ഓരോ ആൾക്കാരും അതിൽ വിലപ്പെട്ടവരാണ്. സോ നിങ്ങളുടെ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞാനിത് എടുക്കുകയാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഐ വോണ്ട് ടു ഡെഡിക്കേറ്റ് ദിസ് ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു. ശ്രീനിക്ക് എന്താ പറയാനുള്ളത്? ഡാഡി ഇവിടെ നിൽപ്പുണ്ട്. ഡാഡി ഹാസ് സീൻ. ഡാഡി വാ. ഡാഡി ഇങ്ങനെ പുറകെ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഡാഡി ഇവിടെ സെന്ററിൽ വന്നാല് ഫ്രെയിമിലുള്ളൂ. അപ്പം ഡാഡിക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു? ആദ്യം
പേളി എൻ്റെ അടുത്ത് പറയും ഡാഡി സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എന്ത് സാധനമാണ് എന്ത് യൂട്യൂബ് ഇതൊക്കെ ഞാൻ കുറച്ചുകൂടി താഴേക്ക്. അപ്പൊ ഞാനിങ്ങനെ കളിയാക്കുമായിരുന്നു, ഞാനിങ്ങനെ കളിയാക്കി സംസാരിക്കുമായിരുന്നു. Then I suddenly realized Pearly got അവിടെ സിൽവർ ബട്ടൺ. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ബട്ട് Pearly was telling me, Daddy, I'm reaching on to 1 lakh people. When I post something, 1 lakh people are reaching എന്ന് പറഞ്ഞു. അത് ഭയങ്കര സംഭവമായിരുന്നു. കാരണം ഞാനൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ മാക്സിമം 300 പേര് അല്ലെങ്കിൽ 1000 പേര്, ചില സ്ഥലത്തൊക്കെ 2000 പേര് കാണും. ബട്ട് Pearly was addressing ആ 1 lakhൽ minimum 10,000 people are reaching out to Pearly every day. Then I understood the power of YouTube. അപ്പോഴാണ് മനസ്സിലാക്കിയത്. And Pearly was committed. ഭയങ്കരമായിട്ട് കമ്മിറ്റ് ആയിരുന്നു. ഷീ ലവ്ഡ് യു ഓൾ. എനിക്കറിയാം, കാരണം Pearly used to ലവ് ബട്ടണാണ്, ഒരു ആർട്ട് ബട്ടൺ, ലൈക്ക് ബട്ടൺ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഉറങ്ങട എന്ന് പറയും. അല്ല ഡാഡി ഐ ഹാവ് ടു ആൻസർ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയും. ബട്ട് ഐ നെവർ തോട്ട് ജസ്റ്റ് ഇൻ 1 year's time അത് കിട്ടിയിട്ട് ലെസ് ദൻ 1.5 years time 1 million. അപ്പൊ എനിക്ക് Pearly will touch, ഈ സ്പീഡിൽ പോയ Pearly will touch കൊച്ചിന്റെ ഓപ്പൺ വിച്ച് Pearly may not know. അതിനെ ഞങ്ങൾ പറയുന്നത് റിപ്പിൾ എഫക്റ്റ് എന്നാണ്. റിപ്പിൾ എഫക്റ്റ് എന്ന് വെച്ചാൽ ഒരു കല്ല് വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കൊണ്ട് ആ റിപ്പിൾ എല്ലാ സ്ഥലത്തും പോയി എത്തും. അതേപോലെയാണ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു Pearly can happen to some of you or maybe most of you if you can believe in it. Okay, so thank you YouTube and let Pearly hit 1 crore. Okay, 10 million soon. Our audience will thank you Daddy. എല്ലാവർക്കും താങ്ക്സ്. Okay, thank you Daddy. yep. ഡാഡി ഇങ്ങനെയാണ് എപ്പോഴും. പേളിക്ക് ഇതേ സപ്പോർട്ട് അവൾക്ക് ചെറുപ്പം മുതൽ കൊടുത്തോണ്ടാണ് ഞാൻ ആക്ച്വലി സത്യം പറയാലോ, ഞാൻ ഫുൾ ഉറക്കവും അഭിനയമായിരുന്നു പറഞ്ഞിട്ടേ. അപ്പം ഡാഡിയും ശ്രീനിയും മമ്മി അതുക്കും മേലെ സുമലതയുടെ എനിക്കിപ്പൊ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞ എഡിറ്റ് ചെയ്യുന്നത് കാണിച്ചാൽ പറയാം വേണ്ട എനിക്ക് ഫൈനൽ വീഡിയോ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഐ തിങ്ക് വീട്ടിലെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് ദേ ഓൾ നോ, നിങ്ങളുടെ കമന്റ്സ് എല്ലാവരും വായിക്കുന്നുണ്ട്. അപ്പൊ അവർക്കറിയാം നിങ്ങൾ കാത്തിരിക്കുന്നതും നിങ്ങളുടെ ചോദ്യങ്ങളും. ഹോസ്പിറ്റൽ ബാഗിന്റെ കോമഡി ഭയങ്കരമായിരുന്നു. അത് കുറെ പേര് കണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു ഇത് കുറെ ചിരിച്ചു. ഇനി Pearly എന്തൊക്കെ അതിൽ യൂസ് ചെയ്തോന്നും കൂടി ഒന്ന് ഒരു വീഡിയോ പക്ഷെ അത് ഞാൻ ഇടാലോ. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങളുടെയൊക്കെ സ്നേഹം അതാണ് എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. നിങ്ങളുടെയൊക്കെ ആ ഒരു നിങ്ങൾ ചിരിക്കുന്നു എന്ന് അറിയുമ്പം ഐ ആം ഹാപ്പി, അത്രേ ഉള്ളൂ. അപ്പം താങ്ക് യു സോ മച്ച്. ആൻഡ് ഇതുവരെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് അടുത്ത വർഷം ആകുമ്പോ എത്രയായിരുന്നു എനിക്കറിയില്ല. ഇപ്പൊ എനിക്ക് ഇത് തന്നെ ഹാപ്പിയാണ്. എനിക്ക് ഇത് തന്നെ സ്കൂളിലൊക്കെ ഞാനൊക്കെ പൊട്ടി തോറ്റ് അങ്ങനത്തെ വെച്ചാൽ ക്ലാസ്സിലത് ഞാൻ അങ്ങനെ ജയിച്ചിട്ടേ ഇല്ലടാ. എന്റെ പ്രോഗ്രസ് കാർഡ് വെച്ചൊരു ട്രെയിൻ വരെ നിർത്താം, അത്രയും റെഡ് കളർ ആയിരുന്നടാ. ചുമ്മാ പറയട്ടോ. ഞാൻ ഇന്നലെ ഞാൻ ചോദിച്ച പള്ളിയുടെ മമ്മിയുടെ അടുത്ത് എത്ര പെർസെന്റേജ് അറിയോ? 90. അത് ലാസ്റ്റ് എക്സാമിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ക്ലാസ് എത്ര പെർസെന്റേജ് നീ എടുത്തത്? 90 ഒന്നും ഞാൻ എടുത്തിട്ടേ ഇല്ല. 87 അത് 12th എടുത്തിട്ട് അത്രേ എടുത്തുള്ളൂ. എന്തായാലും അത് എല്ലാം സത്യം പറയട്ടെ, പഠിക്കാത്ത കുട്ടികൾ അവർക്കൊരു ആശ്വാസമായിക്കോട്ടെ. ബിക്കോസ് പഠിക്കും, അത് പഠിച്ചിട്ടല്ല ഞാനിവിടെ എത്തിയത്, മനസ്സിലായോ? പഠിക്കാം, പക്ഷെ അത് മാത്രമല്ല, പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഹാപ്പി ആയിട്ട് പറയില്ല കേട്ടോ, പഠിക്കണം, പഠിച്ച് ചുമ്മാ ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചു പിന്നെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എന്താണ് പാഷനോ അത് ചെയ്യാം. യെസ്. അപ്പം എന്തായാലും ഇപ്പൊ യൂട്യൂബിലുള്ള എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അതെ, കുറെ പേര് ഈ വർഷം 1 മില്യൺ അടിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. എനിക്ക് മതി ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല, അത് മാറ്റിക്ക്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരും ഇനി ഞങ്ങള് ഈ മാസം വീഡിയോ ഇടുവോ അറിയില്ല, എന്താ വെച്ചാ ഇനി പള്ളിയുടെ ഡേറ്റ് അടുത്തെത്തി. പള്ളിക്ക് കുറച്ച് ഭയങ്കര ടയർഡാണ്, പാവം കണ്ടില്ലേ, എന്റെ മുത്തുവിട്ട് ടയർഡായിരിക്കാണ്. അപ്പൊ പള്ളിന്ന് പ്രസവം കഴിഞ്ഞിട്ട് തിരിച്ചും നിങ്ങളെ വന്ന് എന്റർടൈൻ ചെയ്യും. പിന്നെ ടിവിയിൽ വരും, എല്ലാ TV മൂവി എല്ലാം ചെയ്യണട്ടോ, എന്തെടുക്കാൻ പാടില്ല. ഓക്കെ, മമ്മിയായി പറഞ്ഞിട്ട് അടിപൊളി പഴയ ഫ്രീക്കി പള്ളി അതുപോലെ ആവണം. ഓക്കെ, ശരി എന്നാ. അപ്പൊ ഈ വീഡിയോ നിർത്താലോ, മതിയല്ലോ.
അപ്പോൾ ഇതൊന്നും കൂടി കണ്ടോളൂ. ഇതാണ് നമ്മുടെ അവാർഡ്. താങ്ക് യു. ബൈ. ഇത് വെയിറ്റ് അല്ല, ഞാൻ ഇത്ര വെയിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചില്ല. എന്നിട്ട് നീ എന്നെ എണീപ്പിച്ച വരണോ? കളിക്കല്ലേട്ടാ, ഒന്ന് വന്നേ. സ്റ്റോപ്പ് ചെയ്യിക്കാനോ? ഇതിടാനല്ലേ, ഇത് എല്ലാരെയും കാണിക്കാനല്ലേ? കഷ്ടമുണ്ട്. ഇത് എല്ലാരും നോക്കിയോ, ഇത് ചുമ്മാ എന്നെ കളിയാക്കുന്നു. ഇങ്ങനെ പറ്റില്ല. 1 2 1 2 3. The way you are, love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 ba, holy money show. Oh, oh. Believe in yourself. Do it. Love yourself the way you are. Love the world the way it is. Holy money show.